ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നതേ നമ്മൾ ഇതേപോലെ പച്ചക്കയൊക്കെ കൈ കൊണ്ട് മുറിക്കുമ്പോഴത്തേനും നമ്മുടെ കയ്യിലൊക്കെ കറയാവാറുണ്ട് അല്ലേ. കയ്യിൽ എത്ര കഴിയാലും പോകത്തില്ല, പ്രത്യേക ഒരു സൈസ് കറയാണ് ഇതിൻ്റെ. അപ്പം നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ പുരട്ടിയതിന് ശേഷം, ഏതെണ്ണയാലും കുഴപ്പമില്ല, കയ്യിൽ പുരട്ടിയതിന് ശേഷം നമ്മൾ ഇതേപോലെ തൊലി മുറിക്കുകയാണെങ്കിലും ഒട്ടും കയ്യിൽ കറ പറ്റത്തില്ല. പിന്നെ നമ്മൾ മുറിച്ചിട്ട് അരിഞ്ഞിടുമ്പോഴും നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് അരിഞ്ഞിടുക കേട്ടോ. അപ്പം പച്ചക്കയുടെ കറയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. നമ്മൾ തോരനൊക്കെ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ കറയൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടത്തോടും അതുപോലെ കോൾഗേറ്റ്, വിനാഗിരി. അപ്പോൾ ഈ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മുട്ടത്തോടൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുക. അപ്പോൾ ജാറ് നല്ല ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല, ജാറിൻ്റെ അകത്തുള്ള ബ്ലേഡൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ മുറിച്ച കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മുട്ടത്തോട് ഇങ്ങനെ 2-3 പൊടിക്കുകയാണെങ്കിൽ നമ്മൾ ജാറിൻ്റെ മിക്സിയുടെ ജാറിൻ്റെ ഈ ബ്ലേഡൊക്കെ നല്ല രീതിയിൽ മുറിച്ച കൂടി കിട്ടും. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനകത്ത് തട്ടിയിടാം. ഇപ്പം നല്ല പൊടിയണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെയൊന്ന് പൊടിച്ചാൽ മാത്രം മതി, പെട്ടെന്ന് പൊടിഞ്ഞിട്ടു കേട്ടോ. അപ്പോൾ എന്താണ് ബ്ലേഡൊക്കെ നല്ല രീതിയിൽ മുറിച്ച കൂടി കിട്ടി. അതുപോലെ മിക്സിയുടെ ജാറിനകത്തുള്ള ആ വേസ്റ്റുകളെല്ലാം പോയിട്ട് മിക്സിയുടെ ജാറൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് ഇട്ടു കേട്ടോ. ഉണങ്ങിയിരിക്കുന്ന വേസ്റ്റൊക്കെ പോയിട്ട്. അപ്പം ഇനി നമുക്ക് ഈ പൊടിയിൽ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് കുറച്ച് കോൾഗേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വൈറ്റ് കളറാണ് ഏറ്റവും നല്ലത് കേട്ടോ. കോൾഗേറ്റ് എടുക്കുമ്പോൾ വൈറ്റ് കളർ തന്നെ എടുക്കുക. ബേക്കിംഗ് പൗഡറും അതേപോലെ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു നനവ് തന്നെ മതി. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പാത്രങ്ങളാണെങ്കിലും വാഷ് ബേസിനാണെങ്കിലും സിങ്കാണെങ്കിലും അതേപോലെ ബാത്റൂമിൻ്റെ ഓൾ ടൈലും ഫ്ലോർ ടൈലും എല്ലാം സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ നല്ല കുഴച്ച് എടുത്തിട്ടുണ്ട്. ഒരു ബ്രഷും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കളയുക. ഇതിൽ നിന്ന് ഒരു സ്വല്പം മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലാണേ ക്ലീൻ ആക്കുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ ഇതുകൊണ്ട് കരിമ്പനൊക്കെ അടിച്ചിരിക്കുന്നുണ്ടേ. ഇപ്പോൾ നമ്മളിത് തുടമ്പം തന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ പോയി കിട്ടും ഉണ്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ടൈലൊന്ന് നനച്ചിട്ട് തേച്ച് കൊടുക്കുക. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ അതുകൊണ്ട് അതിൻ്റെ ടാപ്പ് കാര്യങ്ങളെല്ലാം നമ്മുടെ ബാത്റൂമിനകത്ത് ബക്കറ്റ് ഉണ്ടെങ്കിൽ അത് എല്ലാം ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ, പ്രത്യേകിച്ച് സോപ്പൊക്കെ ചേർക്കുമ്പം കയ്യിലൊക്കെ തൊടുന്നവർക്ക് അലർജിയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. അപ്പോഴെങ്കിൽ ഇതെല്ലാം ഒന്ന് മായ്ച്ച് കളയാം, വളരെ ഈസിയാണ്. ശേഷം നമുക്ക് നനഞ്ഞ ഒരു തുണിയിട്ട് തുടച്ചെടുത്താൽ മാത്രം മതി. അടിപൊളി ഒരു സൊല്യൂഷൻ തന്നെയാണിത്. അപ്പോൾ കണ്ടോ, പഴയ ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക. നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ കാണിച്ചത്. ഇതുപോലെ നമുക്ക് നമ്മുടെ ഭിത്തിയെല്ലാം ഇതേപോലെ ചെയ്യാം. അതേപോലെ നമ്മുടെ ബക്കറ്റുകളൊക്കെ ഇഴുക്കലൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് വളരെ നിസ്സാരമായിട്ട് തന്നെ ഒന്നിട്ട് കൊടുത്താൽ മാത്രം മതി. ഉരയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. കോൾഗേറ്റ്, മുട്ടത്തോട് എല്ലാം സൂപ്പറാണ്. അപ്പം നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ മാത്രം മതി. ഇതൊക്കെ നിസ്സാരമായ വിലക്ക് കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.